ചതുർഭുജം 1 എങ്കിൽ ഷഡ്ഭുജം എത്ര? ചതുർഭുജത്തിന് 1 എങ്കിൽ ഷഡ്ഭുജത്തിന് എത്ര? അപ്പോൾ ചതുർഭുജവും 1 തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ചതുർഭുജവും 1 തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതേ ബന്ധം ഷഡ്ഭുജമായിട്ട് ബന്ധപ്പെട്ട സംഖ്യ കാണണം. അതേ ബന്ധം ഏത്? ഷഡ്ഭുജമായിട്ടുള്ള ബന്ധപ്പെട്ട സംഖ്യ. അപ്പോൾ നമുക്ക് ഒരു ചതുർഭുജം വരച്ച് നോക്കുക. ചതുർഭുജം പറഞ്ഞാൽ 4 വശമുള്ള രൂപമാണ്. 4 വശമുള്ള അടഞ്ഞ രൂപം. 4 വശമുള്ള അടഞ്ഞ രൂപം. ഒരു ചതുർഭുജം വരയ്ക്കുക. ഇതാണ് ചതുർഭുജം അല്ലേ? 4 വശമുള്ള അടഞ്ഞ രൂപം വരച്ചു. ഇതിന് 1 എന്ന് പറയുമ്പോൾ വശങ്ങളുടെ എണ്ണം അല്ല, കാരണം ഇതിന് 4 വശമുണ്ട്. കോണുകളുടെ എണ്ണമല്ല, കാരണം 4 കോണുണ്ട്. പിന്നെന്താണ്? നമുക്ക് ഒരു ശീർഷത്തുനിന്ന് വികരണം വരയ്ക്കുക. ഒരു ശീർഷത്തിന് വികരണം പറഞ്ഞാൽ അങ്ങനെയുള്ളത് അല്ലേ? ഡയഗണൽ അതാണ് വികരണം. ഒരു കോണോട് കോൺ വരയ്ക്കുന്നതിനാണ് നമ്മൾ വികരണം പറയുക. അപ്പോൾ ചതുർഭുജത്തിൻ്റെ ഒരു ശീർഷത്തുനിന്ന് എത്ര വികരണം വരയ്ക്കാൻ പറ്റും? 1 പറ്റുള്ളൂ. ഇവിടുന്ന് വേറെ എങ്കിലും വികരണം വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ബന്ധം എന്താ? ചതുർഭുജത്തിൻ്റെ എന്താണ് ഒരു ശീർഷത്തുനിന്ന് വരയ്ക്കാൻ കഴിയുന്ന വികരണങ്ങളുടെ എണ്ണമാണ് ഇവിടെ. അതുപോലെ നമുക്ക് ഷഡ്ഭുജം വരച്ച് നോക്കുക അല്ലേ? ഷഡ്ഭുജം വരച്ച് നോക്കുക. ഷഡ്ഭുജം പറഞ്ഞാൽ 6 വശമുള്ളതാണ്. 6 വശമുള്ളൊരു രൂപം വരയ്ക്കുക. 6 വശമുള്ളൊരു രൂപം വരച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് നോക്കുക? ഒരു ശീർഷത്തിന് എത്ര വികരണം വരയ്ക്കാൻ പറ്റും? ഒരു ശീർഷത്തിന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ടൊരു വികരണം വരയ്ക്കാം അല്ലേ? ഏകദേശം ഇത്ര വരയ്ക്കണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം അല്ലേ? അതുപോലെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടുന്ന് ഏകദേശം ചിത്രം വരയ്ക്കുന്നു. ഇങ്ങോട്ടൊരു വികരണം വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. കോണോട് കോൺ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വികരണം വരയ്ക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടോ വരയ്ക്കാൻ പറ്റില്ല, കാരണം സമീപ ശീർഷങ്ങളാണ്. തൊട്ടടുത്ത ശീർഷത്തിൽ വരയ്ക്കാൻ പറ്റില്ല, കോണോട് കോൺ വരയ്ക്കണം. അപ്പോൾ ഷഡ്ഭുജത്തിൽ ഒരു ശീർഷത്തിന് എത്ര വരയ്ക്കാൻ പറ്റും? 1, 2, 3 വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഷഡ്ഭുജത്തിൻ്റെ ഒരു ശീർഷത്തിന് വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം, അതായത് ഉത്തരം 3.